കനത്ത മഴയെ തുടർന്ന് മൂവാറ്റുപുഴ നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. മൂവാറ്റുപുഴ ഇലാഹിയ കോളനിയിൽ 15ഓളം വീടുകളിലാണ് വെള്ളം കയറിയത്. വീട്ടുകാരുടെ സാധന സാമഗ്രികളെല്ലാം സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട്. എന്ത് അടിയന്തര സാഹചര്യം ഉണ്ടായാലും നേരിടുന്നതിന് നഗരസഭ തയ്യാറാണെന്ന് നഗരസഭാ ചെയർപേഴ്സൺ അറിയിച്ചു. കഴിഞ്ഞ രാത്രി തുടങ്ങിയ കനത്ത മഴയിൽ മൂവാറ്റുപുഴ നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. ഇലാഹിയ കോളനി, കടാതി, ഹോമിയോ ആശുപത്രി എന്നിവിടങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ വെള്ളം കയറിയത്. ഇലാഹിയ കോളനിയിലെ 15ഓളം വീടുകളിലാണ് വെള്ളം കയറിയത്. പ്രദേശവാസികളും നഗരസഭാധികൃതരും സ്ഥലത്തെത്തി വീട്ടുകാരെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഹോമിയോ ആശുപത്രിയിലെ താഴത്തെ നിലയിൽ വെള്ളം കയറി. ഇവിടെ ചികിത്സയിലുണ്ടായിരുന്ന കിടപ്പ് രോഗികളെ ഡിസ്ചാർജ് ചെയ്യുകയും സൂക്ഷിച്ചിരുന്ന മരുന്നുകൾ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇടുക്കി ജില്ലയിലും മൂവാറ്റുപുഴയിലും പെയ്ത കനത്ത മഴയെ തുടർന്ന് മൂവാറ്റുപുഴയിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നിരുന്നു. അടിയന്തര സാഹചര്യത്തിൽ മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റിയിൽ മാത്യു കുഴൽനാടൻ MLAയുടെയും നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണിയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്നു. എന്ത് സാഹചര്യമുണ്ടായാലും നേരിടുന്നതിനുള്ള എല്ലാ സംവിധാനങ്ങളും തയ്യാറാണെന്ന് അധികാരികൾ അറിയിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഇന്ന് ഇലാഹിയ നഗറിൽ 25ഓളം വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. പക്ഷേ അടിയന്തര നടപടികൾ നഗരസഭ സ്വീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വാർഡ് കൗൺസിലർ ഷഹന മാഹിനും അതുപോലെ തന്നെ ആശാ വർക്കറുടെയും നിരന്തരമായ ഇടപെടൽ കൃത്യമായിട്ടും ഈ ഒരു ഏരിയയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ 25 വീടുകളിലുള്ള ആളുകൾക്ക് രാവിലത്തെ ഭക്ഷണം ക്രമീകരിക്കുകയും അതോടൊപ്പം തന്നെ JB സ്കൂളിലേക്ക് താൽക്കാലികമായിട്ട് ഷിഫ്റ്റ് ചെയ്യാനായിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആളുകൾ അങ്ങോട്ടേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട MLA ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അടിയന്തരമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടുകയും ഇന്ന് കളക്ടറുമായിട്ടുള്ള മീറ്റിംഗിൽ അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. ബഹുമാനപ്പെട്ട MP ഇടുക്കിയിൽ ഇതുപോലെ തന്നെ ഉരുൾപൊട്ടലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ വാർത്തകളിലൂടെ കണ്ടിരുന്നു. അദ്ദേഹം അതുമായിട്ട് ബന്ധപ്പെട്ട് നിലവിൽ ആ ഒരു സാഹചര്യങ്ങളിലുണ്ട്. അപ്പം കഴിവതും ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കുവാനായിട്ട് ഭരണസമിതിയുടെയും അതുപോലെ തന്നെ ജനപ്രതിനിധികളുടെയും കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ഈ നിമിഷം വരെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇപ്പോഴും ഇങ്ങനെ വെള്ളം കയറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം. ഞങ്ങളിപ്പോൾ വന്നതിന് ശേഷം ഒരു അടിയോളം വീണ്ടും ഉയർന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. എന്നിരുന്നാൽ കൂടിയും പേടിക്കേണ്ടതില്ല എന്നുള്ള ഒരു അറിയിപ്പ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്.